ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് നിമിഷത്തിൽ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളാണല്ലോ സക്സസ് ആവാറ്. അതുപോലെ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പകുതി ആൾക്കാരും വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പിൻ്റെ കാര്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഒന്നും നോക്കില്ല, ചറ പറ മെസ്സേജ് അയച്ചും വിളിച്ചു എല്ലാവരോടും പറഞ്ഞു നമുക്ക് ശംഖുമുഖം പോകാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും കുറേ ഷോസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഷോ ഓഫ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ശംഖുമുഖത്തെത്തിയപ്പോൾ നല്ല മഴക്കാറും തിരയെല്ലാം ഭയങ്കര വലിയ തിരകളായിട്ട് മഴ മൂടി നല്ല മഴ പെയ്യാനുള്ള കോളും കണ്ട്. അങ്ങനെ സൺസെറ്റ് കാണാമെന്ന് കരുതി ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഫസ്റ്റ് വണ്ടിക്ക് വന്ന്, കുറേ ആൾക്കാർ പുറകെ ബസ്സിന് വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കിനോ നല്ല മഴ. പിന്നെ ഇങ്ങനെ കുറച്ച് പേര് വള്ളത്തിലിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് കഴിയുകയും നല്ല മഴ പെയ്യുകയും പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഓടി അവിടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ വന്ന് കയറി നിന്നു. ഞങ്ങൾ കൊടുത്തു നിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അശ്വതിയുടെ മോളും ഉണ്ടായിരുന്നു. നീലു ബേബിയും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോഴാണല്ലോ നല്ല മഴയും. പിന്നെ ഞങ്ങൾ കുറേ നേരം ഈ വീടിൻ്റെ അവിടെ കയറുന്നു. പക്ഷെ ഞങ്ങളുടെ പകുതി ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല, അവർ ബസ്സിൽ സ്റ്റക്കാണ്. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു, മഴയാണ്, നിങ്ങൾ വരേണ്ട, നമുക്ക് എമ്മോട്ടിലോട്ട് പ്ലാൻ ഷിഫ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കനത്ത മഴയ്ക്ക് ഞങ്ങൾ വെളിയിൽ നിന്ന് ദൂരത്ത് നിന്ന് മഴയും സൺസെറ്റും ഒരുപോലെ ആസ്വദിച്ചിട്ട് ഞങ്ങളും കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് മഴ തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം മഴ തോരുന്ന ഒരു ലക്ഷണം കണ്ടില്ല. പിന്നെ ഞങ്ങളെല്ലാം കൂടി വണ്ടി എടുത്ത് ഞങ്ങളും എമ്മോട്ടിയിൽ വന്ന്. അപ്പം നമ്മുടെ ടീമിലെ ബാക്കി പകുതി ആൾക്കാരും എമ്മോട്ടി വന്ന് ചെറിയൊരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. പിന്നെ എല്ലാവരും കൂടി വർത്താനമായി കളിയായി ചിരിയായി. പിന്നെ അശ്വതിക്ക് നീലുവിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം കേട്ടോ. അപ്പോൾ നീലുവിനെ നിലത്ത് വെച്ചിട്ടില്ല, അവളെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കളിപ്പിക്കാനായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഫുഡ് ഓർഡർ ചെയ്ത് പിന്നെ സംസാരിച്ച് കുറേ നേരം ഇരുന്ന്. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പോകണം. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മക്കുവിൻ്റെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു. അപ്പം ബസ്സിന് വന്ന കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഊബറൊക്കെ വിളിച്ച് പോയി. ഞങ്ങൾ കുറച്ച് നേരം കൂടി അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞിട്ട് കാർ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പുകളായിരിക്കുമല്ലോ നമുക്ക് കുറേ മെമ്മറീസ് തരുന്നത്. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഇത് ഞങ്ങൾക്ക്.